ശംഭോ മഹാദേവ. 2025 മഹാകുംഭമേളയാണ് പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രയാഗ്രാജിലെ കുംഭമേളയെ കുറിച്ചിട്ട് പലരും ചോദിച്ചു, വാട്സപ്പിലൊക്കെ വിളിച്ച് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കുംഭമേള എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാലാഴി കടഞ്ഞെടുക്കുന്ന സമയത്ത് അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പാലാഴി കടഞ്ഞെടുക്കുമ്പോൾ അമൃത് ഉണ്ടാവുകയും അമൃത കുംഭവുമായിട്ട് ഗരുഡൻ അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി അമൃത കുംഭവുമായിട്ട് ഗരുഡൻ പറന്നുയർന്നു. അങ്ങനെ പോകുന്ന വഴി ഉജ്ജയിനി, നാസിക്, ഹരിദ്വാർ, പ്രയാഗ്രാജ് എന്നിവിടങ്ങളിൽ ഇതിൽ നിന്ന് അമൃത് വീണു എന്നാണ് പറയപ്പെടുന്നത്, സങ്കല്പിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും വിശിഷ്ടമായ സ്ഥലമാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത്. പ്രയാഗ്രാജിലാണ് പ്രധാനമായിട്ടും പൂർണ്ണ കുംഭമേള നടക്കുന്നത്. ഈ പൂർണ്ണ കുംഭമേള നടക്കുന്നത് 12 വർഷം കൂടുമ്പോഴാണ്. സാധാരണ 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേളയും നടക്കാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ കുംഭമേളയ്ക്കുള്ള പ്രത്യേകത 144 വർഷത്തിന് ശേഷമാണ് രാശിചക്രങ്ങൾ നല്ല സൂര്യമുഹൂർത്തത്തിൽ എത്തിപ്പെടുന്ന ഒരു അതിവിശിഷ്ടമായ സമയം കൂടിയാണ് ഇപ്പോഴത്തെ സമയം. അപ്പം സാധാരണ രീതിയിൽ മകരസംക്രാന്തി മുതൽ ഫെബ്രുവരി 26 മഹാശിവരാത്രിയോട് കൂടിയിട്ടാണ് കുംഭമേള അവസാനിക്കാറുള്ളത്. ഒരു